അടുപ്പിൽ ഊതുന്നതിന്റെ വേറെ എവിടേക്ക് ഊതുക എന്ന് കേട്ടുണ്ടോ? ആ സെയിം ഓൺലൈൻ ജോലിക്ക് താല്പര്യമുണ്ടോ? നമുക്കറിയാം മോസ്റ്റ്ലി സ്കാം ആണെന്ന് അറിയാം. അപ്പം അവരുടെ അടുത്ത റൂട്ട് എന്താണ്? നമ്മളൊരു ടെലഗ്രാം ഗ്രൂപ്പിനകത്തോട്ട് ആഡ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ്. അവർ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ ആദ്യം ഈ 3 പേജ് ലൈക്ക് ചെയ്യാൻ പറയും. നമ്മൾ 3 പേജ് ലൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് 150 രൂപ നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു വിശ്വാസമാവും പറയും. ഓക്കെ, തേർഡ് ടാസ്ക് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡമ്മി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ ഒരു ലിങ്ക് നമുക്ക് പിന്നെ 10,000 അങ്ങനെ കൂടി പോകും. അങ്ങനെ കൂടി പോയി ഇങ്ങനെ ആക്രാന്ത മൂത്ത ആളുകളാണ് ഒരുപാട് പൈസ ഇട്ടിട്ടാണ് ലാസ്റ്റിൽ പൈസ പോകുമ്പോൾ പോലീസിനടുത്ത് കംപ്ലൈന്റ് ചെയ്യാൻ നിൽക്കുക. ഒരു 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യാനാണ്, കണ്ണും പൂട്ടി 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം. അവരാരെ കൊന്നിട്ടായാലും നിങ്ങൾക്ക് 1600 രൂപ നിങ്ങൾക്ക് തരും. കാരണം നിങ്ങൾക്ക് വിശ്വാസം വേണം, നിങ്ങളുടെ വിശ്വാസം കിട്ടാൻ വേണ്ടി 100-200 നിങ്ങൾക്ക് ഒരു 1000 രൂപ ലാഭമായി വിട്ടോളുക. അപ്പൊ തന്നെ അവരെ ബ്ലോക്ക് ചെയ്തിട്ട് ഇറങ്ങിപ്പോക്കോളുക. പിന്നെ നിൽക്കരുത്. എക്സ്റ്റെൻഡ് അവസാനം ഒരു 50,000 രൂപയൊക്കെ നമ്മുടെ നിന്ന് പോകും. അവസാനം നമ്മൾ കടം മേടിച്ചാലും നമ്മൾ ഇടും, കാരണം ഇട്ട പൈസ കിട്ടണ്ടേ. അവസാനത്തുനിന്ന് 1 ലക്ഷം രൂപ കിട്ടി, 2 ലക്ഷം രൂപ കിട്ടി, ഇത് ഭയങ്കര ഒറിജിനൽ ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞിങ്ങനെ പക്ക മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറെ മെസ്സേജസ് അതിനകത്ത് വരും. അപ്പോ ഞാൻ ഈ ഹായ് ഹലോ, ദിസ് യുവർ ബ്ലണ്ട് ഗൈ, വെൽക്കം ടു അനദർ വീഡിയോ. സോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഒരു ഓൺലൈൻ സ്കാംസിനെ കുറിച്ചാണ്. അപ്പം ഒരുപാട് ഓൺലൈൻ സ്കാംസ് ഉണ്ട്, പക്ഷേ ഞാനിപ്പം ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഒരു വാട്സാപ്പിലും ഒക്കെ, അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ ഒരു മെസ്സേജ് വരുമല്ലോ, നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലിക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള സ്കാംസ് ഉണ്ടല്ലോ, ഒരു ടിപ്പിക്കൽ സ്കാം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അവയർനെസ് തരാനല്ല ഞാൻ വിളിക്കുന്നത്, ഈ മെസ്സേജ് ഇപ്പോൾ ചെയ്യുന്നത്. യെസ്, ഓഫ് കോഴ്സ് ഇത് അവയർനെസ് ആയിട്ടും യൂസ് ചെയ്യാം. ഞാനിത് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പഴഞ്ചൊല്ല് കണ്ടുണ്ടോ, ഒരു ഇലനക്കിനാരെ കിരുനക്കിന, അല്ലെങ്കിൽ അടുപ്പിൽ ഊതുന്നതിൻ്റെ വേറെ എവിടേക്ക് ഊതുക എന്ന് കേട്ടുണ്ടോ? ആ സെയിം സാധനം നമുക്ക് തിരിച്ച് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ബൈ ദ വേ, നമുക്കിപ്പോൾ ഒരു മെസ്സേജ് വന്നു. ഓക്കെ, വാട്സാപ്പിൽ മെസ്സേജ് വന്നു, ഒരു ഓൺലൈൻ ജോലിക്ക് താല്പര്യമുണ്ടോ? നമുക്കറിയാം മോസ്റ്റ്ലി സ്കാം ആണെന്ന് അറിയാം. അപ്പം അവരുടെ അടുത്ത റൂട്ട് എന്താണ്? നമ്മളൊരു ടെലഗ്രാം ഗ്രൂപ്പിനകത്തോട്ട് ആഡ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ്. അവർ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോട്ടൽസിന് റിവ്യൂ കൊടുക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ഓരോ ടാസ്കിനനുസരിച്ച് നമുക്ക് 50 രൂപ 100 രൂപ വെച്ച് തന്നുകൊണ്ടിരിക്കും. അതാണ് ടിപ്പിക്കൽ. ഞാൻ ഏകദേശം ഒരു 50 സ്കാംസിന് മുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അത് എല്ലാ ടിപ്പിക്കലി ഞാൻ ഒരു വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ടിപ്പിക്കലി ഇങ്ങനെയാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് പോയിന്റിലേക്ക് വരാം. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് കിട്ടിക്കഴിയാമെങ്കിൽ, വാട്സാപ്പ് വഴി മെസ്സേജ് കിട്ടിക്കഴിയാമെങ്കിൽ ഒരിക്കലും അവരെ ബ്ലോക്ക് ചെയ്യുകയോ അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത് പറഞ്ഞു തരുമല്ല, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് പറയാം. സ്പെസിഫിക്കലി ഞാൻ ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ടൈമിൽ എനിക്ക് കിട്ടുന്നെങ്കിൽ ഈ മെസ്സേജ് ഞാൻ വിടത്തില്ല. ഞാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന് ഒരു മെസ്സേജ് അയക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും, ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോട്ടൽസിനെ റിവ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളെ റിവ്യൂ ചെയ്യുക. അപ്പോൾ അതിന് ഒരു റിവ്യൂവിനനുസരിച്ച് 50 രൂപ വെച്ച് തരും, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഒരു ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്യും. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണത്തില്ല, അവരുടെ നമ്പർ നമുക്ക് കാണത്തില്ല. ആ ഗ്രൂപ്പ് ഫുള്ളി പ്രൈവറ്റ് ആയിരിക്കും. അപ്പം നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു ടാസ്ക് തരും. ഓക്കെ, നിങ്ങൾ ആദ്യം ഈ 3 പേജ് ലൈക്ക് ചെയ്യാൻ പറയും. അപ്പം നമ്മൾ 3 പേജ് ലൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് 150 രൂപ നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഒരു വിശ്വാസമാവുമല്ലോ, ഓക്കെ എനിക്ക് പൈസ കിട്ടി. പിന്നെ നെക്സ്റ്റ് ടാസ്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സീക്വൻസ് ഓഫ് ടാസ്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഫസ്റ്റ് ടാസ്ക്, ഓരോ ടാസ്ക് ചെയ്യുന്നതിനും 50 രൂപയാണ്. പക്ഷേ അങ്ങനെ നമ്മൾ 3 ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൈസ തരത്തുള്ളൂ. ഫസ്റ്റ് ടാസ്കിന് 50 രൂപ, സെക്കൻഡ് ടാസ്കിന് 50 രൂപ, തേർഡ് ടാസ്ക് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പൈസ ഡിപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, ടിപ്പിക്കൽ കേസാണ്. നമ്മളോട് പറയും, ഓക്കെ തേർഡ് ടാസ്ക് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡമ്മി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ ഒരു ലിങ്ക് നമുക്ക് അയച്ചു തരും. നമ്മൾ ഒരു 1000 രൂപ എത്രയാന്ന് വെച്ചാൽ നമ്മളൊരു പൈസ ആഡ് ചെയ്തിട്ട് അപ്പോൾ അവർ പറയും, ഓക്കെ ഞാനിപ്പോൾ 1000 രൂപ കൊടുക്കുകയാണെങ്കിൽ 1000 രൂപ ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമിനകത്ത് ആഡായി. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, 1600 രൂപയായിട്ട് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യും 5 മിനിറ്റിനകത്ത്. 1600 രൂപയും നമ്മൾ ആദ്യം മുമ്പേ ചെയ്തിട്ട് ടാസ്കിന്റെ ഒരു 50-100 രൂപ വെച്ച് നിങ്ങൾക്ക് ഒരു 1700-1800 രൂപ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്ത്. നമ്മളെ ആദ്യം ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി അവർ ആദ്യം നമുക്ക് ഒരു 200 രൂപ തരും. നമ്മൾ ആദ്യം ഒരു 3 ടാസ്ക്, ഒരു ചെറിയൊരു 3 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 200 രൂപ തരും. പിന്നെ പുറകെ വരുന്ന ടാസ്കുകൾ ഇടയ്ക്ക് അവരിങ്ങനെ നമ്മൾ പൈസ അങ്ങോട്ട് പേ ചെയ്യേണ്ട ടാസ്കുകൾ കയറ്റി വിടും. ഓക്കെ, സോ അപ്പം നമുക്ക് അപ്പം
ഇവിടെ വരെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മിക്കവാറും പേരെ ഇവിടെ നിന്ന് തിരിഞ്ഞു പോകും. കാരണം നമ്മൾ പൈസ 1000 രൂപ അങ്ങോട്ട് അടയ്ക്കണം അല്ലേ, നമ്മൾ തിരിഞ്ഞു പോകും. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അങ്ങനെ കിട്ടുമ്പം എനിക്കറിയാം. കാരണം നമുക്ക് നമുക്ക് 1000 രൂപ അടച്ചു, അടുത്ത 1000 രൂപ അടച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ആദ്യത്തെ 3 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തല്ലോ. അടുത്ത ടാസ്കുകൾ വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അടയ്ക്കേണ്ട പൈസ 1000 നിന്ന് മാറി 5000 എത്തും, പിന്നെ 10000 എത്തും. അങ്ങനെ കൂടി പോകും. അങ്ങനെ കൂടി പോയി ഇങ്ങനെ ആക്രാന്ത മൂത്ത ആളുകളാണ് ഒരുപാട് പൈസ ഇട്ടിട്ടാണ് ലാസ്റ്റിൽ പൈസ പോകുമ്പോൾ പോലീസിനടുത്ത് കംപ്ലൈന്റ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ക്രിപ്റ്റോ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അവർ നമ്മളിരുന്ന പൈസ ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമിനകത്തോട്ടായിരിക്കും അവർ ഇട്ടെന്ന് നമ്മൾ കാണിക്കും. നമ്മുടെ നമ്മുടെ കയ്യിൽ ആപ്പ് ഉണ്ടല്ലോ, അവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞ ആപ്പ് ഉണ്ടല്ലോ, ആ ആപ്പിനകത്ത് നമുക്ക് കാണിക്കും, ഓക്കെ നിങ്ങൾ ഇട്ട 1500 രൂപ ഉണ്ടെന്ന്. പക്ഷെ നമുക്കത് അവർ നമ്മളോട് പറയും, നിങ്ങൾ വിഡ്രോ ഞെക്കരുത്. വിഡ്രോ ഞെക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, കാരണം അതൊരു ഡമ്മി പേജാണ്, അതിനകത്ത് ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് അവർ നമ്മളോട് വിഡ്രോ ഞെക്കൽ എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റിൽ എല്ലാം കഴിയുന്നതിന് ശേഷം നമ്മൾ പൈസ കുറേ പറ്റിക്കപ്പെടുമ്പോൾ നമ്മൾ അവസാനം പൈസ കിട്ടാൻ വേണ്ടി അത് ഞെക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് വെറും ഒരു ഡമ്മി പേജാണെന്ന്, അല്ലേ? ഓക്കെ, ലെറ്റ്സ് കം ബാക്ക്. അപ്പോൾ ഇനീഷ്യൽ നമ്മുടെ വിശ്വാസം കിട്ടാൻ വേണ്ടി അവർ ഒരു 200 രൂപ നമുക്ക് തന്നു. പിന്നെ നമ്മൾ അടുത്ത ടാസ്ക് ചെയ്ത് 50 രൂപ, അടുത്ത ടാസ്ക് ചെയ്ത് 50 രൂപ. അപ്പോൾ അടുത്ത ടാസ്ക് നമ്മൾ മൂന്നാമത്തെ ടാസ്ക് അടുത്ത ടാസ്ക് അവർ പറയുന്നത് ഒരു 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യാനാണ്. കണ്ണും പൂട്ടി 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തണം. അവർ ആരെ കൊന്നിട്ടായാലും നിങ്ങൾക്ക് 1600 രൂപ നിങ്ങൾക്ക് തരും. കാരണം നിങ്ങൾക്ക് വിശ്വാസം വേണം, നിങ്ങളുടെ വിശ്വാസം കിട്ടാൻ വേണ്ടി 1000 രൂപ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുക, അവർ പറയുന്ന ആക്ഷൻസ് ചെയ്യുക, 1800 രൂപയായിട്ട് അവർ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് എത്ര രൂപ തിരിച്ച് ലാഭം കിട്ടി? 1000 രൂപ ഇട്ടു, 1800 കിട്ടി, ഒരു 800 രൂപ കിട്ടിയല്ലോ. ഫസ്റ്റ് ഇനീഷ്യലി നിങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ നേരത്തെ നിങ്ങളൊരു 1-2 റിവ്യൂ ചെയ്താൽ നിങ്ങളൊരു 200 രൂപ തന്നല്ലോ. അപ്പോൾ 800 നിങ്ങൾക്ക് ഒരു 1000 രൂപ ലാഭമായി, വിട്ടോളുക. അപ്പം തന്നെ അവരെ ബ്ലോക്ക് ചെയ്തിട്ട് ഇറങ്ങിപ്പോക്കോളുക. പിന്നെ നിൽക്കരുത്. ഞാൻ ഒരുവിധം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാനിപ്പോൾ ഇങ്ങനെ വരുന്ന ഞങ്ങൾക്ക് ഒരു 30 മേലുള്ള ആളുകൾക്ക് ഞാനിങ്ങനെ ഫ്രോഡ് ടീമെടുത്ത് ഇങ്ങനെ പറ്റിച്ച് വെച്ചിട്ട് അവരെ എങ്ങനെ അവസാനം ഊഞ്ഞാല അടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ എല്ലാവരും ചെയ്യാമെങ്കിലുണ്ടല്ലോ ഇവർ ഈ ഫ്രോഡ് പരിപാടി നിർത്തിക്കോളും. അപ്പോൾ 1000 രൂപക്ക് ഫസ്റ്റ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക, പോവുക. പിന്നെ ബാക്കിലോട്ട് ചെയ്യില്ല. ബാക്കി ഇനി ചെയ്താലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അത് കണ്ടിട്ട് നമ്മളൊന്ന് വിശ്വസിച്ചു. അടുത്ത ടാസ്ക് അടുത്ത സ്ലോട്ടിനകത്തെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ടാസ്ക് നമ്മൾ എടുത്തു. അപ്പോൾ അവിടെ 1000 ആയിരിക്കത്തില്ല, അവിടെ 5000 ആയിരിക്കാം. നമ്മളവിടെ 5000 ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഒന്നുകൂടെ കിട്ടുമായിരിക്കാം, എനിക്കറിയത്തില്ല. നമുക്ക് ചിലപ്പോൾ നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ കിട്ടുമായിരിക്കാം, അതെനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ റിസ്ക് എടുത്തിട്ടില്ല. നമ്മൾ മിനിമം റിസ്ക് എടുക്കാനാണല്ലോ നമ്മുടെ പരിപാടി. അപ്പം 5000 ഞാൻ കേട്ടിട്ടുള്ളത് 5000 രൂപ നമ്മളോട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും, ഇപ്പം നിങ്ങൾക്ക് 5000 വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് അടുത്ത സെറ്റ് ഓഫ് ടാസ്ക് കൂടെ കംപ്ലീറ്റ് ചെയ്താലേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അടുത്ത സെറ്റ് ഓഫ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു 10000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ 15000 രൂപ പോയല്ലോ, അവരുടെ ഹോൾഡ് ആണല്ലോ. അപ്പം അങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് അവസാനം ഒരു 50,000 രൂപയ്ക്ക് നമ്മുടെ നിന്ന് പോകും. അവസാനം നമ്മൾ കടം മേടിച്ചാലും നമ്മൾ ഇടും, കാരണം ഇട്ട പൈസ കിട്ടണ്ടേ. അപ്പം അവസാനം അവർ എന്ത് ചെയ്യും, നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ട് പോകും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ആപ്പിനകത്ത് നമ്മൾ വിഡ്രോ എന്നൊന്നും ഞെക്കിക്കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല, കാരണം അതൊരു ഡമ്മി പേജ് മാത്രമാണ്, ഒന്നും സംഭവിക്കത്തില്ല. അവർ നമ്മളെ ബ്ലോക്ക് ചെയ്യും. അതാണ് ടെലിഗ്രാമിന്റെ പ്രത്യേകത. നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ട് പോകും. നമുക്ക് അവർ ഫോൺ നമ്പറും അറിയില്ല, ഒന്നും അറിയില്ല. ആ സെക്കൻഡുകൾക്കുള്ളിൽ ഈ പൈസ നമ്മൾ ഇട്ട പൈസ പല അക്കൗണ്ടിലോട്ട് മാറിപ്പോകും. ഒന്നും നമുക്ക് കംപ്ലൈന്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിനകത്തോട് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഗ്രൂപ്പിനകത്ത് ഒരുപാട് പേരുണ്ടാവും, ഒരു 10-50 പേര് വരെ ഉണ്ടാവും. അതിനകത്ത് 95% അവരുടെ ആളുകളാണ്. അപ്പോഴത്തേക്ക് അവർ ഓരോ സ്ക്രീൻഷോട്ടൊക്കെ ഇട്ട് തുടങ്ങും ആ ഗ്രൂപ്പിനകത്ത്. എനിക്ക് ഈ ഗ്രൂപ്പിനകത്ത് നിന്ന് 1 ലക്ഷം രൂപ കിട്ടി, 2 ലക്ഷം രൂപ കിട്ടി, ഇത് ഭയങ്കര ഒറിജിനൽ ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞിങ്ങനെ പക്ക മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറേ മെസ്സേജസ് അതിനകത്ത് വരും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ 10-30 ഗ്രൂപ്പിനകത്ത് ഞാൻ മെമ്പർ ആയിട്ടുള്ളതിലൊക്കെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു ടിപ്പിക്കൽ വർക്കിംഗ് സ്റ്റൈലുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവരിപ്പോൾ വരുന്നത് ചിലപ്പം ആമസോണിൻ്റെ പറയും, ഞങ്ങൾ ആമസോണിൻ്റെ എംപ്ലോയീസ് ആണ്, ആമസോൺ നടത്തുന്ന ഒരു സ്കീമാണ് ഇത് എന്ന് പറഞ്ഞായിരിക്കും അവർ വരുന്നത്. അപ്പം ആമസോൺ നടത്തുന്ന സ്കീമാന്ന് പറയുമ്പോൾ അവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേര് പറയും. അപ്പം ആ ഗ്രൂപ്പിനകത്തുള്ള ഒരാൾ ചോദിക്കും, ഞാൻ ആ കമ്പനിയുടെ എംപ്ലോയി ആണ്, നിങ്ങളുടെ എംപ്ലോയി ഐ ഡി എത്രയാണ് എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും, എൻ്റെ എംപ്ലോയി ഐ ഡി ഒരു നമ്പർ പറയും, ഒരു ID കാർഡിൻ്റെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു കോപ്പി കൊടുക്കും, നമ്മുടെ കമ്പനി ID. അപ്പോൾ അയാൾ പറയും, കറക്റ്റ്, ഞാൻ വെരിഫൈ ചെയ്തു, നിങ്ങൾ ജെന്യൂൻ ആണ്. ഈ പറയുന്നവന്മാർ രണ്ടുപേരും അവന്മാർ സെയിം ഫ്രോഡ് ടീമാണ്. നമുക്കിത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ചിരി വരും. കാരണം നമ്മളിങ്ങനെ ഒരുപാട് ഗ്രൂപ്പ് കണ്ട് പാറ്റേൺ ഒബ്സർവ് ചെയ്യുമ്പോൾ സെയിം പക്ക ഡോട്ടഡ് സെയിം പാറ്റേൺ ആണ്, സെയിം ഡിറ്റോ പാറ്റേൺ ആണ് ഇവിടെ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അടുത്ത ആൾ ചോദിക്കും. അപ്പോൾ അടുത്ത ആൾ പറയും, എൻ്റെ ബ്രദർ ഈ ഗ്രൂപ്പ് ഇങ്ങനത്തെ ഒരു സ്കീമിനകത്ത് എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ബ്രദറിന് പൈസ കിട്ടി, അപ്പോൾ എനിക്കറിയാം ഇത് സത്യമാണെന്ന്, ഞാനും എൻറോൾ ചെയ്യാൻ പോവാണ്. അങ്ങനെ ആ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട് നമ്മളിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് തോന്നും പുതിയതായിട്ട് 50 പേരുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 10 പേരായിരിക്കും നമ്മളെപ്പോലുള്ള പാവങ്ങൾ, ബാക്കി 40 പേര് അവരുടെ ആളുകൾ തന്നെയാണ്. അപ്പം നമുക്ക് അങ്ങനെ എല്ലാവരും എന്നിട്ട് അവരിങ്ങനെ ഫേക്ക് ചെയ്ത സ്ക്രീൻഷോട്ട്സ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും പൈസ ക്രെഡിറ്റ് ആയതിൻ്റെ. അപ്പം നമുക്ക് വിചാരിക്കും ഓക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും.
അപ്പോൾ ചിലവർ പറയും, അപ്പോൾ ചിലവരിങ്ങനെ മുൻകൂറായിട്ട് മെസ്സേജ് ഇടും. ഓക്കെ, ഞാൻ പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷേ എനിക്ക് 25,000 രൂപ കിട്ടി എന്നിങ്ങനെ എങ്ങനെ മെസ്സേജ് ഇടും. എന്നിട്ട് സ്ക്രീൻഷോട്ട് അയക്കും, മാനിപ്പുലേറ്റഡ് സ്ക്രീൻഷോട്ട് അയക്കും. മാനിപ്പുലേറ്റഡ് സ്ക്രീൻഷോട്ട് ആണോ അതോ അവരങ്ങോട്ട് പൈസ അങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ നമുക്കറിയത്തില്ല. എന്തായാലും ഇതെല്ലാം അവരുടെ ആളുകൾ തന്നെയാണ്. അപ്പം നമുക്കത് കാണുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു സാധാരണ ഒരാളുകൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും, ഓ ഇത് ശരിയാണോ, എല്ലാവർക്കും പൈസ കിട്ടുന്നു, അപ്പോൾ എനിക്കും കിട്ടും, അപ്പോൾ ഞാനും ഡെപ്പോസിറ്റ് ചെയ്തേക്കാം. അതാണ് നമ്മൾ ഫസ്റ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വെക്കുക, അത് കിട്ടും. അത് അവരാരെ തല്ലിക്കൊന്നിട്ടായാലും അവരാ പൈസ തരും. കാരണം അതെന്നാലും നമ്മുടെ ട്രസ്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അവിടുന്ന് എടുക്കുക, വിട്ടുപോക്കുക. അപ്പോൾ ഇങ്ങനത്തെ പല പല ഫണ്ണി തിങ്സ് നമുക്ക് ഗ്രൂപ്പിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ അങ്ങനത്തെ കുറച്ച് ഗ്രൂപ്പിനകത്ത് നമുക്ക് ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറേ ആളുകളുണ്ടാവും. കാരണം നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരു സാധനം പറയുമ്പോൾ നമുക്ക് സത്യമാണെന്ന് തോന്നുന്നത് നമ്മുടെ ഒരു ഹ്യൂമൻ സൈക്കോളജിയാണ്. അപ്പോൾ അത് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനു മുമ്പ് ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ ഓപ്ഷൻ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുക. ഫസ്റ്റിലെ ഒരു ഇതെടുക്കുക, ആദ്യത്തെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത 1,000 എല്ലാ ഫ്രോഡുകാരും തുടങ്ങുന്നത് 1,000 രൂപയിലായിരിക്കും, 1,000 രൂപ ഡെപ്പോസിറ്റ് ആയിരിക്കും തുടങ്ങുന്നത്. അത് ചെയ്യുക, 1,800 രൂപ കിട്ടുക, അവന്മാരെ ബ്ലോക്ക് ചെയ്യുക, തിരിച്ചു വരിക. ഇത് വർക്ക് ചെയ്യും. എനിക്ക് എന്ത് ഫ്രോഡ് വന്നു കഴിഞ്ഞാലും ഞാൻ ഇത് തന്നെ ചെയ്യാറുള്ളത്. 30 പേരുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് സെപ്പറേറ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. കാരണം ഒരിക്കലും നിങ്ങളുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് പൈസ 1,800 കിട്ടുമെങ്കിൽ അവരുടെ കയ്യിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ വേറൊരാൾ ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പൈസ സെൻഡ് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് മൊത്തം ഫ്രീസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഒരു സ്വന്തം അക്കൗണ്ട് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു പ്രൈമറി അക്കൗണ്ട് ആണെങ്കിൽ അത് ഫ്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ചെയ്യാതിരിക്കുക. അത് സിമ്പിളായിട്ട് നമ്മളിങ്ങനെ കുറേ നാൾ നമ്മൾ തന്നെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അവരെക്കാൾ സ്മാർട്ടായി കഴിഞ്ഞാലേ അവർ ഈ പരിപാടി നിർത്തിക്കോളും. സോ ഇതാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, ഇത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെ വർക്ക് ചെയ്യും എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിത് നമ്മളെക്കാട്ട് സ്മാർട്ടായിട്ടുള്ള ആളുകൾ അപ്പുറത്തുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിയാമെങ്കിൽ പൈസ പോയി കഴിയാമെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. ബട്ട് ഇറ്റ് വർക്ക്സ് ഫോർ മീ, ഇറ്റ് വർക്ക്ഡ് ഫോർ മീ സോ ഫാർ. സോ അതാണ് ഞാൻ പറഞ്ഞത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സൈനിങ് ഓഫ് യുവർ ബ്ലണ്ട് ഗൈ.